ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് നർഗീസ് വന്നിരിക്കുകയാണ് സഫിയുടെ അടുത്തേക്ക്. സംസാരത്തിനിടയിൽ സുഖേന് ചോദിക്കുന്നുണ്ട്, ആ ആത്മാവ് ആന്റിയുടെ അടുത്തേക്ക് പിന്നെ വന്നിരുന്നോന്ന്. അത് കേട്ടതും നർഗീസ് പേടിക്കുന്നുണ്ട്. ശരിക്കും നർഗീസ് വന്നിരിക്കുന്നത് ഷിബ്രക്ക് 5 ലക്ഷം ക്യാഷ് പ്രൈസ് കിട്ടുന്നതെന്ന് അറിഞ്ഞിട്ടാണ്. ആ വിവരം സഫിയോട് അവർ ചോദിക്കുന്നുണ്ട്. അവരുടെ വിചാരം 5 അല്ല 50 ലക്ഷമാണെന്നാണ്. ഇവിടെ ദാവൂദ് ആകെ ടെൻഷനിലാണ്. ഫറ മരിച്ച ഫാമിലിക്ക് എന്തെങ്കിലും സഹായം ചെയ്യണമെന്നും അല്ലെങ്കിൽ അത് വലിയ പ്രോബ്ലം ആയി പോകുമെന്ന് പറയുമ്പോൾ ദാവൂദ് ചോദിക്കുന്നുണ്ട്, അപ്പോൾ ആ പെണ്ണെന്നെ ഇൻസൾട്ട് ചെയ്തത് നിനക്കൊരു പ്രോബ്ലം ആയിട്ട് തോന്നുന്നില്ലേന്ന്. ഷിബ്ര വീട്ടിലേക്ക് വരുമ്പോൾ നർഗീസ് അവളെ അഭിനന്ദിച്ചുകൊണ്ട് എവിടെ ക്യാഷ് പ്രൈസ് എന്ന് ചോദിക്കുമ്പോൾ അത് തന്റെ ഫ്രണ്ട്സിന്റെ കയ്യിലാണെന്ന് അവൾ കള്ളം പറയുന്നുണ്ട്. സഫിയ എന്ത് പറ്റിയെന്നും എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, വരുന്ന വഴിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി, അപ്പോൾ കുറെ രക്തം കണ്ടു, നല്ല ക്ഷീണം തോന്നുന്നു എന്നും പറഞ്ഞവൾ അവിടെ നിന്നും പോകുന്നു. എന്നാൽ നർഗീസ് സഫിയോട് പറയുന്നുണ്ട്, നിനക്ക് ഷിബ്രയെ നന്നായിട്ട് അറിയാലോ, ശരിക്കും എന്താ ഉണ്ടായെന്ന് ചോദിക്കാൻ അവർ പറയുമ്പോൾ സഫിയക്ക് ഒരു സംശയം തോന്നുന്നു. ദാവൂദ് തന്റെ സെക്രട്ടറിയോട് ഷിബ്രയെ കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞിരുന്നു. അത് പ്രകാരം അയാൾ ഷിബ്രയുടെ ബയോഡാറ്റ കണ്ടുപിടിക്കുന്നു. അവളുടെ ഒപ്പം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണെന്നും നമ്മുടെ പാർട്ടിയിൽ മുമ്പ് പ്രവർത്തിച്ചിരുന്ന ആളാണെന്നും സുലൈമാൻ അഹമ്മദ് എന്നാണ് അയാളുടെ പേരെന്നും പറയുമ്പോൾ ദാവൂദ് ഒരു നിമിഷം സ്റ്റക്കാവുന്നുണ്ട്. ഇതേസമയം ഷിബ്രയെ അന്വേഷിച്ച് പോലീസ് വരുന്നു. നർഗീസ് താൻ സഫിയുടെ അയൽവാസിയാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നു. ഷിബ്രയെ പിടിച്ചു കൊണ്ടുപോകാൻ ഒരുങ്ങുമ്പോൾ, നിങ്ങൾ ദാവൂദ് അലി ഖാൻ പറഞ്ഞിട്ട് വരുന്നതല്ലേ, നിങ്ങളുടെ കയ്യിൽ അറസ്റ്റ് വാറന്റ് ഉണ്ടോ എന്ന് അവൾ ചോദിക്കുമ്പോൾ ആ പോലീസുകാരൻ അവളെ ബലമായി പിടിച്ചു കൊണ്ടുപോകാൻ ഒരുങ്ങിയതും അവൾ ആ പോലീസുകാരനെ തല്ലുന്നു. ഇത്രയൊക്കെ ആയതും ഡ്യൂട്ടിയിലിരിക്കുന്ന പോലീസ് ഓഫീസർ തല്ലിയെന്നും ഇനി വേറെന്ത് വാറന്റ് വേണ്ടെന്നും പറഞ്ഞ് അയാളുടെ കൂടെ ഉണ്ടായിരുന്ന വനിതാ പോലീസുകാരോട് അവളെ പിടിച്ച് വണ്ടിയിലിടാൻ പറയുന്നു. അവർ പോയതും സുഖേനെ ഷമീറിനെ വിളിച്ചിട്ട് ഉപ്പാനെയും കൂട്ടി പെട്ടെന്ന് വരാൻ പറയുന്നു. ഷിബ്രയെ പോലീസ് കൊണ്ടുപോയെന്നറിഞ്ഞതും ഷമീർ ആകെ ടെൻഷനാവുന്നു. ഷിബ്രയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ട് ആ പോലീസുകാരൻ FIR ഫയൽ ചെയ്യാനായിട്ട് ഒരു പോലീസുകാരനോട് പറയുന്നു. വേറൊരു കീഴുദ്യോഗസ്ഥനെ അയാൾ തന്നെ അടിക്കുകയും ഡ്രസ്സൊക്കെ വലിച്ചു കീറുകയും ചെയ്തിട്ട് അത് ഷിബ്ര ചെയ്തതാണെന്ന് FIRൽ എഴുതാൻ പറയുന്നു. അത് മാത്രമാകണ്ട, ഞാൻ നിങ്ങളെ മൃഗമാണെന്നും നായെന്നൊക്കെ വിളിച്ചിട്ടുണ്ടെന്നും എഴുതാൻ പറയുമ്പോൾ ആ പോലീസുകാരന് ദേഷ്യം വരുന്നു. ദാവൂദ് അലി ഖാനോട് പോയി പറ, ഇങ്ങനത്തെ തെറ്റായ FIR ഫയൽ ചെയ്യുന്നതിന് പകരം ധൈര്യമുണ്ടെങ്കിൽ എന്റെ മുന്നിലേക്ക് വരാൻ പറയുന്നു ഷിബ്ര പറയുമ്പോൾ അയാൾക്കാകെ ദേഷ്യം വന്നിട്ട് അവളോട് താഴേക്ക് നോക്കി നിൽക്കാൻ പറയുന്നു. എന്നാൽ അവൾ ഒട്ടും പേടിയില്ലാതെ അയാളെ തന്നെ തുറച്ചു നോക്കുന്നു. ഇത്രയൊക്കെ ആയതും ആ പോലീസുകാരൻ അവളെ ഉള്ളിലിടാൻ പറയുന്നു. ആര് വന്നാലും കാണിക്കേണ്ടെന്നും പറയുന്നുണ്ട്. ഇവിടെ ഫറ ആകെ ടെൻഷനിൽ ദാവൂദിനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ ആ പെണ്ണിനെ പൊക്കിയതെന്ന്. സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ചർച്ച നടക്കുന്നുണ്ടെന്ന് അവർ പറയുമ്പോൾ അവളെയല്ല, ആ സുലൈമാൻ അഹമ്മദാണ് എന്റെ ലക്ഷ്യം എന്ന് അയാൾ പറയുമ്പോൾ ഫറ ചോദിക്കുന്നുണ്ട്, നമുക്ക് അയാൾ അറിയ പോലും ഇല്ല, പിന്നെന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അയാൾ നമുക്ക് ആരുമല്ല, പക്ഷെ അഹങ്കാരിയായ പെണ്ണിന്റെ നിർഭാഗ്യവാനായ ഉപ്പയാണ് അയാൾ എന്ന് ദാവൂദ് പറയുന്നു. വീട്ടിലേക്ക് വന്ന സുലൈമാനോട് ഷിബ്ര എവിടെയെന്ന് സഫിയ ചോദിക്കുമ്പോൾ ഞാൻ കുറെ ശ്രമിച്ചു, പക്ഷെ അവരവളെ കാണാൻ പോലും സമ്മതിക്കുന്നില്ല എന്ന് സുലൈമാൻ പറയുമ്പോൾ അതിന് മാത്രം എന്ത് തെറ്റാ അവൾ ചെയ്തതെന്ന് സുഖീന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സുലൈമാൻ പറയുന്നുണ്ട്, അവർ FIRക്ക് ഫയൽ ചെയ്തിരിക്കുകയാണ്. ഇത് കേട്ടതും സഫിയ ആകെ വയലന്റ് ആവുന്നു. ഷിബ്രയെ കാണണമെന്നും പറഞ്ഞിട്ട് അയാൾ വക്കീലിനെ വിളിക്കാനൊരുങ്ങുമ്പോൾ നിങ്ങൾ കാരണമായി ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്നും പറഞ്ഞ് സഫിയ കരയുന്നു. സുലൈമാന് നല്ലോണം വിഷമാവുന്നു. ഇവിടെ ആകെ ടെൻഷനിലാണ് ഷമീർ. എങ്ങനെയും ഷിബ്രയെ പുറത്തിറക്കാൻ വേണ്ടി ലണ്ടനിലായിരുന്ന താൻ ഉടൻ കറാച്ചിയിലെത്തണമെന്നായിരുന്നു അവന്റെ തീരുമാനം. അവിടുന്ന് അവൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട്. പോലീസുകാരൻ അവനെ കണ്ട ഉടനെ പേരെന്താന്ന് ചോദിക്കുമ്പോൾ ഫസൽ ബക്ഷ് അവൻ പറയുന്നുണ്ട്. എന്നാൽ ശരിക്കുള്ള പേരെന്താന്ന് അയാൾ ചോദിക്കുമ്പോൾ അവൻ ചിരിക്കുന്നുണ്ട്. മുകളിൽ നിന്നൊക്കെ കോൾ വന്നിട്ടുണ്ടല്ലോ എന്ന് അയാൾ ആക്കി ചോദിക്കുമ്പോൾ എനിക്കൊന്ന് ഷിബ്രയെ കാണണമെന്ന് അവൻ പറയുന്നു. നിനക്കെന്തറിഞ്ഞിട്ടാ അവൾ ആ ദാവൂദ് അലി ഖാനെ എന്താ ചെയ്തെന്നറിയോ, പിന്നെ ഒരു പോലീസ് ഓഫീസറിനെ അടിച്ചുകാരെ അറിയോന്ന് അയാൾ ചോദിക്കുമ്പോൾ സാറിനുള്ള ഗോൾപ്പ് വരുമെന്ന് ഷമീർ പറയുമ്പോൾ അയാളാകെ ടെൻഷനോടെ എപ്പോന്ന് ചോദിക്കുന്നുണ്ട്. 1 മണിക്കൂറിൽ വരുന്നു ഷമീർ പറയുന്നുണ്ട്. ഷിബ്രയെ ഒന്ന് കണ്ടോട്ടെന്ന് ചോദിക്കുമ്പോൾ അയാൾ പെർമിഷൻ കൊടുക്കുന്നു. ഷമീറിനെ കണ്ടതും ഷിബ്ര ചോദിക്കുന്നുണ്ട്, എങ്ങനെയാ എന്നെ കാണാനുള്ള പെർമിഷൻ കിട്ടിയെന്ന്. എല്ലാം മുർഷിദ് സായിയുടെ പ്രാർത്ഥനയാണെന്ന് അവൻ പറയുമ്പോൾ അവൾ ചിരിക്കുന്നു. നീ പറഞ്ഞത് ശരിയാ, ദാവൂദ് അലി ഖാൻ നല്ല വ്യക്തിയല്ല, 2 മണിക്കൂറിൽ ഞാൻ നിന്നെ പുറത്തിറക്കിയിരിക്കുമെന്ന് ഷമീർ പറയുമ്പോൾ ഇല്ല ഫസൽ ബക്ഷ്, ദാവൂദ് അലി ഖാൻ നല്ല പവറുള്ള ആളാണെന്നും അയാൾ ഒരിക്കലും എന്നെ ഇവിടെ നിന്ന് ഇറങ്ങാൻ സമ്മതിക്കില്ല എന്നവൾ പറഞ്ഞതും നീ എന്നെ വിശ്വസിക്ക്, ഞാൻ എന്തായാലും പുറത്തിറക്കുമെന്ന് പറയുമ്പോൾ അവൾക്ക് കരച്ചിൽ വരുന്നു. അത് കണ്ട് അവനും കരച്ചിൽ വരുന്നു. സങ്കടം വന്നിട്ട് അവൾ അവനോട് അവിടുന്ന് പോവാൻ പറയുന്നു. ഇവിടെ നർഗീസ് സുഹൈബിനോട് പറയുന്നുണ്ട്, ഷിബ്രയുടെ കാര്യത്തിലൊന്നും ഇടപെടേണ്ടാന്ന്, ദാവൂദ് അലി ഖാനെ പോലുള്ള വലിയ ആളുകളുടെ ശത്രുത നമ്മൾ വാങ്ങിക്കണ്ടാന്ന് അവര് പറയുമ്പോൾ സുഹൈബ് ചോദിക്കുന്നുണ്ട്, അപ്പോൾ മാമ ചോദിക്കില്ലേ ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായിട്ട് നീ എവിടെയായിരുന്നെന്ന്. അപ്പോൾ നമ്മളിവിടെ തനിച്ച് വീട്ടിലിരുന്ന് ഷിബ്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കായിരുന്നു കള്ളം പറഞ്ഞാൽ മതിയെന്ന് നർഗീസ് പറയുമ്പോൾ സുഹൈബിന് ദേഷ്യം വരുന്നു. ഫുഡ് കഴിക്കുന്നതിനിടെ മെയ്ഡ് വന്നിട്ട് ദാവൂദിനോട് പറയുന്നുണ്ട് സുലൈമാൻ അഹമ്മദ് വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഫറ അയാളോട് ചോദിക്കുന്നുണ്ട്, ആരായി സുലൈമാൻ അഹമ്മദ് എന്ന്. സുബൈദയുടെ പാർട്ടിയിലെ ഒരു മെമ്പർ ആയിരുന്നു സുലൈമാൻ. സുബൈദ മരിച്ചതോടെ അയാൾ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചെന്ന് ദാവൂദ് പറയുമ്പോൾ ഫറ ചോദിക്കുന്നുണ്ട്, അതും ഇതും തമ്മിൽ എന്താ ബന്ധമെന്ന്. നീയും സുലൈമാനെ പോലെ ഒരു സാധാരണ മനുഷ്യനാണ്, എനിക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നും പറഞ്ഞ അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു.
ഇതേ സമയം വീട്ടിലേക്ക് വരുന്ന ഷാമിർ കാണുന്നത് ദാവൂദിനെയും വെയിറ്റ് ചെയ്ത് ആകെ വിഷമിച്ചിരിക്കുന്ന സുലൈമാനെയാണ്. വീട്ടിലാകെ തകർന്നിരിക്കുന്ന സഫിയയെയും ജയിലിലുള്ള ഷിബ്രയെയും സുലൈമാനെ കണ്ട് വല്ലാതായ ഷമീറിനെയും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കണ്ട. താങ്ക്